ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പൊന്നാര മക്കളെ, നേരം വെളുത്ത അതേപോലെ കുമ്പളങ്ങ അല്ലെങ്കിൽ വഴുതനങ്ങ എന്തെങ്കിലുമൊക്കെ ഒരു ചെത്തണ പണിയായിരിക്കും. ആ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അല്ലേ? എന്തായാലും കിട്ടണ വീഡിയോസ് എടുത്ത് കാണ്ട് അങ്ങോട്ട് വിടാമെന്ന് കരുതി. കുറേ കാലമായില്ലേ വീഡിയോസ് ഒന്നും ഇടാതെ നിൽക്കണ്. എന്തായാലും കൈജും കേടന്നോണ്ടേ ഒരു പണിയും നടക്കണില്ല. എല്ലാ പരിപാടിയും നമ്മളത് ബാക്കിലേക്കായി. അപ്പോൾ കിട്ടണ നേരം കൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്മോളോട് ഞാൻ പറയാം ക്യാമറ അങ്ങോട്ട് പിടിച്ചോന്ന്. ഇന്നിപ്പോൾ റിതു ഉണ്ട് കേട്ടോ. റിതു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കുമ്പളങ്ങ മോര് കാച്ചട്ടെ എന്ന് കരുതിയാണ്ട് ഒന്നാമത് ചോറ് മാത്രം വെച്ച് വെക്കും. പേര് എന്തെങ്കിലും ഉണ്ടാക്കി ഓല് കഞ്ഞി കുടിച്ചലാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം കഴിച്ചായിട്ടേ ഈ മീനോ ഇറച്ചിയൊക്കെ കൊടുന്നാൽ നമുക്ക് ഉണ്ടാക്കാനൊരു ഇടങ്ങാറാണല്ലോ. ഓലോട് ഞാൻ പറയും കൊണ്ടുവരികയാണെങ്കിൽ വെച്ചുണ്ടാക്കാൻ കഴിയുമെങ്കിൽ മാത്രം കൊടുന്നാൽ മതി എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടാനൊക്കെ വെച്ചുകാണ്ടേ നമ്മൾ ആ ചോറും അങ്ങോട്ട് തീമത്തിട്ട് ഞാൻ ഷെയ്മോൾ ഊറ്റുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അടുക്കള പണി ഷെയ്മോൾ അങ്ങോട്ട് ഏൽപ്പിച്ചും പാത്രം മോറലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓളെ സോപ്പിട്ട് കാണ്ട് അങ്ങോട്ട് നിർത്തിച്ചു ഞാൻ. അല്ല എന്താ കാട്ടുക, നമുക്ക് കുറേ നേരമൊന്നും അങ്ങനെ നിൽക്കാൻ കഴിയൂലല്ലോ. കൈ എന്താന്നോ ഭയങ്കര വേദനയില്ല, എന്താ പറയുക, കുഴഞ്ഞ വേദന അറിയില്ല. നമ്മൾ തൂക്കിയിടാൻ വയ്യ, പിന്നെ നീർത്താനും മടക്കാനും കഴിയൂല. ആ കൈ നേർക്ക് നമ്മൾ നീർത്തി വെക്കാൻ കഴിയൂല കേട്ടോ. അങ്ങനെ കുറച്ച് മടങ്ങിയ മാതിരി ആയിരിക്കും കൈ. അതെന്താണെന്നോ നല്ലോണം നീർത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പുളിപ്പ് വേദനയായിരിക്കും കേട്ടോ. നമുക്ക് ഒരു ഉളുക്കിയ വേദന, ഒരു സ്വസ്ഥത ഇല്ലാത്ത വേദന, അല്ലാതെ പൊട്ടിയ ഭയങ്കര വേദനയല്ല. അസ്വസ്ഥത, ആ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. അത് വല്ലാത്തൊരു ഇടങ്ങാറാണ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വൈദ്യർ വരാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകണം ഇൻഷാ അള്ളാ. കുറച്ച് കാലം അങ്ങനെയാണ് നോക്കട്ടെ, മറ്റേത് എല്ലാം കൂടി നടക്കൂല. അപ്പോൾ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നാണ് മോര് കാച്ചട്ടെ എന്ന് കരുതി. അപ്പോൾ കുറേ ദിവസമായി കറിയൊക്കെ വെച്ചിട്ട്. കറി ഞാൻ ഒന്നെങ്കിൽ കടയിൽ നിന്ന് കൊണ്ടുവച്ചാലാന്ന് പറഞ്ഞില്ല, 30 ഉറുപ്പ്യക്കോ 50 ഉറുപ്പ്യക്കൊക്കെ കൊണ്ടുവച്ചാൽ ഓൾക്ക് 2 നേരത്തിന് അങ്ങോട്ട് ഒപ്പിച്ചു കൂട്ടും. ചിലപ്പോൾ ചൂടുകളൊക്കെ പറന്ന് കാണ്ട് ഞാനത് നീട്ടു കേട്ടോ. അപ്പോൾ കാക്കു അറിയപ്പോൾ അത് കൊടുന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഒരു വെള്ളം പോലെ അറിയും. ഞാൻ ചിലപ്പോൾ ഓലെ കാണാതെ കുറച്ച് വെള്ളം ചൂടുവെള്ളമൊക്കെ പറന്ന് കണ്ടായിക്കാണ് പോരും. എന്നാൽ അന്തിക്കൊക്കെ ഉണ്ടാവും കറി, മറ്റേത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കാട്ടും. ഇന്നിപ്പോൾ കുമ്പളങ്ങയൊക്കെ കണ്ടപ്പോഴേ കുറച്ച് ദിവസം മുന്നേ സാധനത്തിന് ഞാൻ മഞ്ചേരി പോയിരുന്നു കേട്ടോ. ലേഹം ഉണ്ടാക്കുന്ന സാധനമൊക്കെ വാങ്ങാൻ ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വാങ്ങൽ കേട്ടോ. അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴേ അങ്ങനെ കാണുമ്പോൾ ഒരു വെറുതെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാക്കു പറഞ്ഞു വീഡിയോ എടുക്കാൻ അടി ചോദിച്ചിൻ്റെ 1.5 കജ്ജ് കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു. ഞാൻ നമ്മത് ഒരു കജ്ജുകൊണ്ട് കാക്കു ഈ ട്രോളി തള്ളും വേണം, വീഡിയോ എടുക്കണം. ഞാൻ ഓരോന്ന് ഇങ്ങനെ എടുക്കല്ല. ഞാൻ തന്നെ പോകണം കേട്ടോ, എന്നാലേ എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ. കാക്കു അറിയണ ഇപ്പം നിങ്ങൾക്ക് അറിയണമല്ലോ, എല്ലാത്തിനും കൂടി തരും. പക്ഷേ നമ്മളങ്ങോട്ട് എല്ലാത്തിനും മുന്നിക്കിട്ട് നിൽക്കണം, അപ്പോഴേ എല്ലാ കാര്യം നടക്കുള്ളൂ. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ ഞാൻ എന്നും പോകണം. ഒറ്റക്കജ്ജാണെങ്കിലും കാക്കുവിനെ കൊണ്ടുപോകും കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ കണ്ടപ്പോഴേ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ പാക്കിലാക്കി കണ്ടപ്പോഴേ അതൊരു നമുക്ക് നാട്ടുമ്പുറമല്ല പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് തള്ളാർക്ക് അല്ലേ, കാണുമ്പോൾ ഒരു പൊറുതിയാടാണ്. അതൊക്കെ മയക്കാണ്ട് ചാറക്കാനൊക്കെ കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വെള്ളരിക്കി എടുത്തപ്പോൾ കാക്കു അപ്പോഴേ പറഞ്ഞു ഇത് അവിടെ കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ ഇതാക്കാനാണ്, കേടെടുത്താനാണ് പറഞ്ഞാൽ. അല്ല ഞാൻ വെച്ചോളാറുണ്ട്. ഒരു പൂതി കേട്ടോ, കുമ്പളങ്ങ മോര് അച്ചി വെക്കാനോ അല്ലെങ്കിൽ പരിപ്പിട്ട് വെക്കാനൊക്കെ ഒരു വല്ലാത്ത പൂതിയാണ്. ഇപ്പോൾ കുറേ ദിവസമായില്ലേ വെച്ചിട്ട്. ഒന്നാമത് നോമ്പ് കഴിഞ്ഞിട്ട്, നോൻപിനൊന്നും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കലില്ലേ, ഇനി നോൽമ്പ് കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ കയ്യും കിടന്നത് കണ്ടോ, നമ്മളെ ഇച്ചുമോളെ എഴുതി വെച്ചാണ് കേട്ടോ, അനുവാദമില്ലാതെ പ്രവേശിക്കരുത് എന്ന് എഴുതി വെച്ചാട്ടോ. അതെന്താണോ, ലേഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ താക്കോലിട്ട് പൂട്ടും. ഇച്ചൊരു വെപ്രാളാണ് കേട്ടോ, എന്തേലും മക്കൾ വിത്തനെ കാട്ടുമോയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചൂടായിട്ടേ നമ്മളെ ഇച്ചുമോള് എഴുതി വെച്ചതാണ് കേട്ടോ, അനുവാദമില്ലാതെ പ്രവേശിക്കരുത് എന്ന്. അത് കണ്ടിട്ട് റിതു കുറേ ചിരിച്ചിങ്ങനെ. റിതുവാണ് ക്യാമറ പിടിച്ചത് കേട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കിയ ലേഹിയാണ് കേട്ടോ, ചൂടാറിയിട്ടില്ല കേട്ടോ, ചൂടാറിയിട്ടില്ല. കാക്കു റിതുവാണ് ഉണ്ടാക്കിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കും. അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടില്ല, ഒന്നാമത് ചൂടാറിയിട്ടില്ല, നല്ലോണം ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഷിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് പെൻഡിങ് ഉണ്ട് കേട്ടോ, എൻ്റെ കൈ കൊണ്ട് വെയ്യായിട്ട് കുറച്ച് പെൻഡിങ് എടുക്കുന്നുണ്ട്. റിതുവാണ് ഇളക്കിയതൊക്കെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിക്കാണ്ടേ ആകെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ചൂടാറട്ടെ. അപ്പോൾ കുറച്ച് പെൻഡിങ് ഉണ്ട്, അതൊക്കെ നാളെ പോരും കേട്ടോ ചൂടാറിയിട്ട്. ഇത് നമ്മളെ കാച്ചി എണ്ണ കേട്ടോ, നമ്മളെ എണ്ണക്കൊരു പ്രത്യേക സ്മെല്ലാണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം കേട്ടോ. ഞാൻ തന്നെ പുകഴ്ത്തി പറയുന്നല്ല, ഉപയോഗിച്ചോൽക്കും അറിയാം, സ്മെല്ല് ചെയ്തോൽക്കും അറിയാം. അധികം ആളും വിളിച്ചുമ്പോൾ പറയലുണ്ട് ഒരു വാസനയും പറ്റലില്ല, എൻ്റെ നല്ല കാച്ചി എണ്ണ വാസനിക്കും പറഞ്ഞു കാണ്ടോലേ. നല്ല മൈഗ്രീന് നല്ല കുറവുണ്ട്, അതേപോലെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, അതേപോലെ താര
താരന് മുടി കൊഴിച്ചിലിനൊക്കെ നല്ല ആശ്വാസമുണ്ട്. ഒരുപാട് ആളുകൾ പറയലുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇപ്പം ചെക്കന്മാരൊക്കെ വാങ്ങലുണ്ട് കേട്ടോ. മറ്റേ ഉമ്മമാരെ വാങ്ങിയിരുന്നു. ഇപ്പം ഇൻസ്റ്റയിൽ ഇട്ടിട്ടേ ചെക്കന്മാരൊക്കെ വാങ്ങലുണ്ട്. കട്ടിമോര് കേട്ടോ. ഒക്കെ ഇപ്പോൾ എന്താ പറയുക, റെഡിമെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ഷെയ്മോള് കുമ്പളങ്ങ ചാറ് വെച്ചതാണ് കേട്ടോ. ഷെയ്മോളെ കുമ്പളങ്ങ ചാറ് വെച്ചത് കുക്കറിൽ ഞാൻ ഓൾക്ക് പറഞ്ഞു കൊടുത്തു. 2 തക്കാളി ഇട്ടുക്കോ, ഒരു പച്ചമുളകും ചീന്തിട്ടോ, 2 വെളുത്തുള്ളിയും അതുപോലെ ഉപ്പ് ഇട്ടുകാണ്ട് വേവിച്ചോന്ന്. അങ്ങനെ ഓള് കടുകറുത്ത് കാണ്ടാണ് തൂമിച്ചാട്ടോ. ഇത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിമെയ്ഡ് അയക്കണ്. ഒന്നാമത് കൈജോണ്ട് വെജായിട്ടാട്ടോ മക്കളെ. ഇത് 500 ഗ്രാമിൻ്റെ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ചിരകിയതാണ്. 500 ഗ്രാമിൽ ഏകദേശം 10 തേങ്ങൻ്റെ ഇതുണ്ടാവും കേട്ടോ, ചിരകിയതുണ്ടാവും. അത് നല്ല എന്താ പറയുക, കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ സൂപ്പർ മാർക്കറ്റ് കണ്ടുകാണ്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ തന്നെ കാക്കു പറയണേ, ഏതായാലും എൻ്റെ കജിന് സാമാനം ഉണ്ടാവും, ഇജ്ജ് വാങ്ങിക്കോ പറഞ്ഞു. മറ്റേ എന്നോടൊക്കെ 2-3 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ആ കയ്യിലില്ലേ, ആ കയ്യിലിന് 2 സ്പൂൺ ഇട്ടിട്ട് കാണ്ട് അരച്ചതാട്ടോ മക്കളെ. എത്രങ്ങാനും. അപ്പോൾ കാക്കു ചീത്ത അറിയാം. 9 തേങ്ങയൊക്കെ അതിൽ ഓല് ഒതുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കാണ്ട് കാണിച്ചതാണ് ഓല് കേട്ടോ. അപ്പം അത് അരക്കുമ്പോൾ, വെള്ളം കൂട്ടി അരക്കുമ്പോഴേ ആകെ പൊന്തുമല്ലോ. നമുക്കിപ്പോൾ അതൊന്നും പൊടിയാടില്ലല്ലോ. നമുക്ക് തേങ്ങ ചിരണ്ടി പിഴിഞ്ഞുകാണ്ട് ഇതൊക്കെ അല്ലേ നമുക്ക് പൊടിയാടുള്ളൂ. അപ്പോൾ അത്രയൊന്നും എടുക്കണ്ട. ആ ഒരു പാക്ക് വാങ്ങിയാൽ കുറേ കാലത്തിനുണ്ടാവും നമുക്ക് കേട്ടോ. ആ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഈ ഒരു കയ്യിലിന് 2 കയ്യിലെടുത്താൽ മതി. നല്ലീരും തേങ്ങയും അതേപോലെ ഒരു ചീരുള്ളിൻ്റെ പൊണി ഇട്ടുകാണ്ട് അരച്ചുകാണ്ട് അയക്കാണ്ട് പാർന്നു, കട്ടിമോരും പാർന്നു കേട്ടോ. അപ്പോൾ നല്ല ചൊയും പുളിയൊക്കെ അല്ലേ ഒരു ചാറായി. ഇതിലേക്ക് കൂട്ടാനാണ് കേട്ടോ. കൂട്ടാനൊക്കെ ഒപ്പിച്ചിക്കാണ്ടാണ്. ഇപ്പോൾ കൈകൊണ്ട് വെയ്യായിട്ടാണ് കേട്ടോ. ഇനി ആദ്യമായിട്ട് കാണുമല്ലോ ഇങ്ങനെ പറയാൻ നിൽക്കരുത് കേട്ടോ. ദാരിദ്ര്യം പറയാം ഒരിക്കലും ഇപ്പോൾ ദാരിദ്ര്യം പറയലില്ല. കാരണം ഇപ്പോൾ അൽഹംദുലില്ലാ മക്കൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിക്കണില്ലേ. പിന്നെ എന്താണെന്നോ, അത് നമുക്ക് എന്താ കൈകൊണ്ട് കഴിയൂലെങ്കിൽ എന്തൊക്കെയാണ് കാണിക്കുക എന്ന് വീഡിയോസിലൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇത് ഉണക്കമീൻ കേട്ടോ, സ്രാവ് ഇന്നലെ പൊരിച്ചതാണ്. അതിൻ്റെ ബാക്കി ഞാൻ എല്ലാം പാത്തച്ചാണ് കേട്ടോ. അപ്പോൾ ഇവരെ ഇങ്ങനെ എല്ലാം തിന്നു. ഉണക്കമീൻ 2-3 ഒക്കെ എടുത്ത് തിന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ സമ്മതിക്കലില്ല. ഇങ്ങനെ ഉണക്കമീൻ കുറേ തിന്നാൻ ഞാൻ അയക്കലില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒപ്പിച്ച് കൂട്ടണ്ടേ, ദിവസങ്ങൾ ഒപ്പിച്ച് കൂട്ടട്ടെ, കൈജ് റെഡി ആവുള്ളൂ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഉമ്മാനെ കുളിപ്പിച്ച് കൊടുത്തു കേട്ടോ. ഒറ്റ കൈജോണ്ട് കൊണ്ടുപോയി കുളിപ്പിച്ചൊക്കെ കൊടുക്കും. കുളിപ്പിച്ച് റെഡിയാക്കിക്കാണ്ട് ഞാൻ നിസ്കരിപ്പിച്ചാൻ അവിടെ ഇരുത്തിക്കാണ്ട് നിസ്കാരപ്പാടൊക്കെ വെച്ചുകാണ്ട് അവിടെ നിസ്കരിപ്പിച്ചുകാണ്ട് ചോറ് കൊടുത്തു കേട്ടോ. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ കണ്ടില്ലേ. അപ്പോൾ സൂപ്പറാണ്. എണ്ണ ലേഹ്യം വേണ്ടിയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്തോളി. പുതിയതാണ്, ചൂടാറിയിട്ടില്ല. ചൂടാറിയാൽ നാളെ തന്നെ വിടും കേട്ടോ. ഇതിപ്പോൾ എന്താ പരിപാടി എന്നായിരിക്കൂലേ. അതൊക്കെ കഴിഞ്ഞ് അന്തിക്കത്തെ പരിപാടി കേട്ടോ. ഇങ്ങനെ ചുമോളെ ഒപ്പനയാണ്. ചുമോളാണ് ഈ തലക്കരി നിൽക്കണത് കേട്ടോ. ഓളെ ഒപ്പനയാണ് സ്കൂളത്തെ. അപ്പോൾ ഇതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ രാവിലെ പോയിക്കണം മക്കളെ സ്കൂൾക്ക്. അന്തിക്ക് 10 മണിക്കാണ് ഒപ്പനയൊക്കെ. നിങ്ങൾ വരിമാറിന് കണ്ടേ. അപ്പോൾ അങ്ങനെ പോയിക്കാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു തന്നാണ് കേട്ടോ. ഉമ്മമാനും കൊണ്ടുപോയിട്ടോ. ഇമ്മമ്മയും പോകുന്നു. ഞാൻ അങ്ങോട്ട് താങ്ങി പൊടിച്ച് ഒറ്റ കഴിച്ചുകൊണ്ട് നമ്മൾ ഋതു ഉണ്ടല്ലോ, ഞങ്ങൾ കൊണ്ടുപോയിക്കാണ്ട് കാട്ടി കൊടുത്തു കേട്ടോ. കുറച്ചൊക്കെ അമ്മക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഒരു മനസ്സിക്ക് ഒരു സമാധാനമാണ്. വയസ്സായി കരുതി നമ്മൾ പെരയിൽ ഇരുത്താൻ പാടില്ല. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലേ. പണ്ടേ ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഉമ്മാനെ കൊണ്ടുപോകും. കൂൾ ബാറിൽ കയറ്റും, ജ്യൂസ് വാങ്ങിക്കൊടുക്കും, ബിരിയാണി വാങ്ങിക്കൊടുക്കും. എവിടേക്കെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും. പാർക്കൊക്കെ ആയാലും ഇതൊക്കെ കൊടുന്ന് കാട്ടി കൊടുക്കും. എന്നെ കൊണ്ട് കജ്ജണ മാതിരി കേട്ടോ. എന്താ നമ്മൾ ഓൽക്ക് വെജാറിഞ്ഞാണ്ട് മൂലൊക്കെ ഇരുത്തി കഴിഞ്ഞായിട്ടൊക്കെ എന്നും വെജായാലും. പിന്നെ ഇതിൻ്റെ വോയിസ് ഞാൻ ഇടാത്ത എന്താണെന്നോ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.